കുറച്ച് എനിക്ക് തോന്നിയത് കുറച്ച് സ്ലോ ആണ്, പക്ഷെ സ്റ്റിൽ കഥ എനിക്കൊന്ന് പറഞ്ഞു തന്ന രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അതെ, വളരെ നല്ല. എൻ്റെ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയവരെ എനിക്ക് വളരെ ഇഷ്ടമായിരിക്കുന്നു എന്തെല്ലാം പറഞ്ഞാൽ. പിന്നെ ഒരു പോലീസ് ക്യാരക്ടറായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോലീസ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പടത്തിന്. നല്ലൊരു ചിത്രമാണ്. അതായത് വ്യത്യസ്ത തീമിലെടുത്തേക്കുന്ന ഒരു പടം, പോലീസ് സ്റ്റോറി. അത് നമ്മൾ വ്യത്യസ്തമായിട്ട് രീതിയിലെടുത്തേക്കുന്ന. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിന്റെ എല്ലാ സിസ്റ്റത്തിനും ഒരു പ്രൈവറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്, ഹോസ്പിറ്റൽ, സ്കൂൾ, എല്ലാത്തിനും. പക്ഷെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ആ ഒരു തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ മൂവിയുടെ ഒരു ബേസിൽ. ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് പരിപാടിയൊന്നും അല്ല. അത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കറിയാം ഇതൊരു കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള ഒരു ശ്രമമാണ്. എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്, നല്ല എൻഗേജിംഗ് ആണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഓഡിയൻസിന്റെ കൂടെ കണ്ടപ്പോ? കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അറിയില്ല. കണ്ടിരുന്നോ? കണ്ടില്ല. അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണുക എല്ലാവരും. ഒരു കുഞ്ഞു പടമാണ്. ഒരു കന്നഡ, മലയാളം 2 ലാംഗ്വേജ് ഷൂട്ട് ചെയ്തു. മെയിൻലി കന്നഡികനാണ് നമ്മുടെ ഡയറക്ടർ പ്രദീപ്. അപ്പോൾ മെയിൻലി കന്നഡയാണ്. എനിക്കൊന്ന് കന്നഡയുടെ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. സ്റ്റിൽ നമുക്ക് മലയാളികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി തന്നെയാണ്. നമ്മളിവിടുന്ന് ഒരു 3-4 പേര്, ഞാനുണ്ട്, ശ്രീതേട്ടനുണ്ട്, രാജീവ് പിള്ളയുണ്ട്, പിന്നെ നമ്മുടെ സിദ്ധാർത്ഥേട്ടനുണ്ട്, ഡെയിനുണ്ട്. ഞങ്ങൾ 3-4 പേരുണ്ട് മലയാളത്തിൽ നിന്ന്. അവിടുന്ന് കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ത്രില്ലർ മൂവി എപ്പോഴും എൻഗേജിംഗ് ആയിരിക്കും, അതുപോലെ നമ്മൾ ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ കണ്ടപ്പോ എന്ത് തോന്നി? ഇപ്പോഴാണോ മൂവി കാണുന്നത്? ഞാൻ ആക്ച്വലി നേരത്തെ ഇതിന് കന്നഡ വേർഷൻ കണ്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പം ഐ മീൻ എന്താ പറഞ്ഞത്, അതെനിക്കൊന്ന് ഒരു 10 മിനിറ്റ് കുറവാണ്. എനിക്കിത് കുറച്ച് എനിക്ക് തോന്നിയത് കുറച്ച് സ്ലോ ആണ്, പക്ഷെ സ്റ്റിൽ കഥ എനിക്കൊന്ന് പറഞ്ഞു തന്ന രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നന്നായിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം, പോലീസുകാരുടെയും മറ്റേ വളരെതായ്പ പലതും നടക്കുന്നുണ്ട്. സിറ്റിയിൽ നടക്കുന്ന പോലെ കുറച്ച് ഉൾപ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ പലതും സഹിക്കുന്നുണ്ട്. അതിന് ജനം കൈകാര്യം ചെയ്തെങ്കിലേ ശരിയാകുകയുള്ളൂ. അത് നന്നായിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. അതെ, വളരെ നല്ല. എൻ്റെ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയവരെ എനിക്ക് വളരെ ഇഷ്ടമായിരിക്കുന്നു എന്തെല്ലാം പറഞ്ഞാൽ. പിന്നെ അഭിനയിച്ചവർ മോശമൊന്നുമല്ല, അവരവരുടെ റോളുകൾ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ശേഷം മൂവി കണ്ടിട്ട്? നല്ലൊരു ചിത്രമാണ്. അതായത് വ്യത്യസ്ത തീമിലെടുത്തേക്കുന്ന ഒരു പടം, പോലീസ് സ്റ്റോറി. അത് നമ്മൾ വ്യത്യസ്തമായിട്ട് രീതിയിലെടുത്തേക്കുന്ന. പിന്നെ ആ സിറ്റുവേഷൻ, അവരെടുത്തേക്കുന്ന ലൊക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു. അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങൾ നന്നായിട്ടുണ്ട്. നമ്മൾ ഈ ഒരേ മലയാള സിനിമ കാണുന്നത് ഇതൊരു വ്യത്യസ്ത രീതിയിൽ അവർ, അതായത് ഒരു എന്താ പറഞ്ഞ പ്രതികാരം, റിവെഞ്ച് അത് തീർക്കണം എങ്ങനെയാണെന്നുള്ള രീതി കാണിക്കേണ്ടത്. അതൊക്കെ നന്നായിട്ടുണ്ട്. ഒരുപാട് പോലീസ് സ്റ്റോറീസ് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ആ പോലീസ് സ്റ്റോറിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രം. കാരണം നമുക്കിത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ത്രില്ലിംഗ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്, നല്ലൊരു രീതിയിൽ എടുത്തേക്കണത്. കാരണം പോലീസുകാരുടെ കൊള്ളരുതായ്മ അതിന് ചിത്രത്തിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. അപ്പം നാട്ടിൽ നടക്കുന്ന സംഭവമൊക്കെ എല്ലാം കണക്റ്റായിട്ട് ഈ ഡയറക്ടർ അത് വർക്കൗട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട്, കാരണം നമ്മൾ കണ്ടുപരിചയമുള്ള ആളുകളൊക്കെ നന്നായിട്ട് അതിന് പോലീസ് സ്റ്റേഷനൊക്കെ ബെസ്റ്റ്, നല്ല കാസ്റ്റിംഗ്, നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ചിത്രമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പോലീസ് സ്റ്റേഷനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എബവ് ദ മൂവി എനിക്ക് 2011 തൊട്ട് അറിയുന്ന ആളാണ് ജോൺ ചേട്ടൻ. അപ്പോൾ ഞാനും ഒരു ആക്ടറാണ്, അപ്പോൾ നമുക്കറിയാം ഒരാളുടെ സ്ട്രഗിൾ എന്താണ്. അപ്പോൾ എനിക്കൊരു പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റ്. കാര്യം ടു സീ സമ്മൺ ഹാവിങ് ഹിസ് മൂവി ആസ് എ ലീഡ് ആക്ടർ, എന്നിട്ട് ആ മൂവിയുടെ ഫസ്റ്റ് ഷോയ്ക്ക് വരാൻ പറ്റി, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. സ്ലോ ഫേസിലാണോ പടം പോകുന്നത്? എങ്ങനെയാണ് സ്ലോ ആയിട്ട് പോയിട്ട് ഭയങ്കര എൻഗേജിംഗ് ആണ്? ബേസിക്കലി ഒരു എൻഗേജിംഗ് ആണ് പടം. കാര്യം ഒരു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വില്ലൻ ആരാന്ന് അറിയാണ്ട് ഒരു ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ആക്കുന്നു. സോ ഒരു കറപ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനെ കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇങ്ങനത്തെ ഒരു കറപ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ട്രെയിലറിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിന്റെ എല്ലാ സിസ്റ്റത്തിനും ഒരു പ്രൈവറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്, ഹോസ്പിറ്റൽ, സ്കൂൾ, എല്ലാത്തിനും. പക്ഷെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ആ ഒരു തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ മൂവിയുടെ ഒരു ബേസിൽ. താങ്ക് യു. എല്ലാവർക്കും അത് ഞാൻ നേരത്തെ പറയുന്നത്, ഇത് ഭയങ്കര ഒരു സിനിമാറ്റിക്, ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് പരിപാടിയൊന്നും അല്ല. അത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കറിയാം ഇതൊരു കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള ഒരു ശ്രമമാണ്. അത് ആ കാര്യത്തിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാം. അയാൾ വന്ന് കഥ പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എത്ര റിയലായിട്ടും റോ ആയിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്റ്റൈലൈസ് ഫ്രെയിംസോ ഭയങ്കര വിഷ്വൽ എക്സ്ട്രാവഗാൻസോ ഒന്നും അല്ല. അതൊരു പോയിന്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്.
അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഈ പോലീസുകാരുടെ ഒരു മോശം വശങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ കൂടി ഭാഗമായിട്ടാണോ ഇങ്ങനെ ചെയ്തത് ഈ ഒരു പടം? രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. പോലീസുകാരുടെ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണല്ലോ, അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും ഇഷ്ടത്തോടു കൂടിയല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ വിഷമങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. സിനിമയിൽ അങ്ങനെയാണ് പറയുന്നത്. ബാക്കി എല്ലാത്തിനും ഒരു പ്രൈവറ്റ് സെക്ടർ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ പോലീസ് ലോ ആൻഡ് ഓർഡറിന് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിനെങ്ങനെ മറ്റുള്ളവർ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ പറ്റി, പോലീസുകാരെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷന് സാധ്യതയുള്ള ഒരു കണ്ടന്റാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഉതകുന്ന രീതിയിൽ അത് കഥ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലായിരുന്നേ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നിയിട്ടുണ്ട്. ഈ സിനിമ ആക്ച്വലി മലയാളമാണ്. നമ്മളൊരു മലയാളത്തിലും കന്നഡയിലും രണ്ട് ഭാഷയിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇത് മലയാളം വേർഷനാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്തത്. ഇന്നേ ദിവസം തന്നെ അവിടെ കന്നഡ വേർഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ രണ്ട് ഭാഷയും ഇതേ ആക്ടേഴ്സ് തന്നെ മാറി മാറിയാണ് ചെയ്തത്. രണ്ട് ഭാഷകളിലും വർക്ക് ആവാൻ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സൽ കണ്ടന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ കന്നഡ വേർഷൻ കണ്ടിട്ടില്ല, ഐ തിങ്ക് കന്നഡ വേർഷനിൽ ഇത് അവരുടെ രീതിയിൽ ഇത് നന്നായി അല്ലെങ്കിൽ വർക്ക് ആവാൻ സാധ്യതയും കൂടിയുണ്ട്. ഞാനത് രണ്ടാമത്തെ പടമാണ് ചെയ്തത്. കന്നഡയിൽ ഞാൻ മുമ്പ് ഒരു പടം ഹാപ്പിലി മാരീഡ് എന്നൊരു പടം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ലവ് എന്നുള്ള പടത്തിന് റീമേക്ക് ആയിരുന്നു. അതിൽ ഗോകുലം ചെയ്ത വേഷമാണ് ചെയ്തത്. അപ്പോൾ അത് ഇതിനേക്കാൾ ഒരുപാട് ഡയലോഗുകളും കന്നഡയിൽ ഒരുപാട് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പറഞ്ഞാണ്. ഇതൊരു ഗ്രൂപ്പ് പരിപാടിയാണ്. ഇതെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ടീം പരിപാടിയാണ്. ഒരുപാട് പോലീസുകാരുണ്ട്, അവരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ സ്ക്രീനിലുണ്ട്. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് എപ്പോഴും മറ്റു ഭാഷകൾ ചെയ്യാൻ എപ്പോഴും എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ചായിട്ട് തോന്നാറുണ്ട്. കന്നഡയിലെ പോലീസും നമ്മൾ മലയാളി പോലീസും തമ്മിലുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം അവർ കുറച്ചുകൂടി ഹാർഷാണോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തത് അങ്ങനെ പല കാറ്റഗറീസ് ഓഫ് പോലീസ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 10 പോലീസുകാർ നോക്കിയാൽ 10 ആൾക്കാരാണ്, 10 ഹ്യൂമൻ ബീങ്സ് ആണ്. അതിപ്പോ നാട്ടിലായാലും അവിടെ ആയാലും അത്തരം സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അത് പോലീസിലായാലും മാത്രമല്ല പുറത്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനൊരു ആ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ കണ്ടന്റിന് ആവശ്യമായത് അങ്ങനത്തെ ഒരു പ്ലേസിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല, ഇത് ആക്ച്വലി കുറച്ച് നാളായി ഷൂട്ട് കഴിഞ്ഞിട്ട്. പിന്നെ കന്നഡയൊക്കെ ആയതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്, പടത്തിന് വിളിച്ചപ്പോൾ തന്നെ. പിന്നെ ഒരു പോലീസ് ക്യാരക്ടറായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോലീസ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പടത്തിന്. പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നേരിട്ട സ്ട്രഗിൾസ് ഒക്കെ എന്തായിരുന്നു? ഇല്ല, ഇത് ആക്ച്വലി നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പോലീസ് ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ക്രൂരനായ പോലീസ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാതെ മാസ്മരിക പ്രകടനമൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ക്യാരക്ടറിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനായിരുന്നു. അപ്പൊ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. മലയാളി പോലീസാണ് അതോ കന്നഡ പോലീസാണ് ആരറ്റം കൂടി റഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അവിടെ ഒരു പ്രത്യേക ഒരു കൾച്ചർ അല്ലേ കന്നഡയില്? അല്ല, ഇത് ആക്ച്വലി ആ ഒരു കൾച്ചറിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. നമ്മൾ മലയാളത്തിലും ഷൂട്ട് ചെയ്തു എന്നുള്ളൂ. നമ്മൾ ബൈലിംഗിലായിട്ട് ഒരേ സമയം തന്നെ 2 ലാംഗ്വേജിൻ്റെ ഷൂട്ട് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ പറഞ്ഞ പോലെ ആ കൾച്ചർ കന്നഡ കൾച്ചറിൽ നിന്നുകൊണ്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. സിനിമയുടെ കഥയാണെങ്കിലും അതിലെ ക്യാരക്ടേഴ്സൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ, മലയാളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. നേരിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലല്ലായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ കണ്ടില്ല. ഇവിടുത്തെ നാട്ടിലത്തെ പോലീസ് സ്റ്റേഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കും കോമഡി ഒക്കെ ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം? അതുപോലെ റഫ് ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെ വില്ലൻ കഥ? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതോ അല്ലെങ്കിൽ പറ്റില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ കൂടുതലും ഈ ചാനൽസിലായാലും ബാക്കി പ്രോഗ്രാംസിലൊക്കെ കുറച്ചും കൂടി ഹ്യൂമർ ആണ് ചെയ്യാറ്. അപ്പോൾ സിനിമയിൽ എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹം. പയ്യെ പയ്യെ തെളിഞ്ഞു വരും. ഇത് കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇനി കാണാനുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തില് മറ്റ് ഭാഷകളിലൊക്കെയുള്ള സിനിമകൾ കാണാൻ ആഗ്രഹമുള്ളവർ, ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ഇത്തരത്തില് ത്രില്ലർ മൂവികളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കന്നഡ ഫ്ലേവർ നല്ലപോലെയുള്ള സിനിമയാണ് മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കണ്ടിഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും നാം പ്രതീക്ഷിക്കുന്നത്. പലരും പറയുന്നത് ഇത് മലയാളത്തിലെ പോലെ ഭയങ്കര ഒരു സ്ലോ ആയിട്ട് പോകുന്ന ഒരു ഇതാണ്. അങ്ങനെ തോന്നി, അങ്ങനെ ഫീൽ ചെയ്തോ കണ്ടപ്പോ? ഇതിപ്പോ മലയാളത്തിൽ കുറച്ചുകൂടി ടൈം ഡ്യൂറേഷൻ കൂടുതൽ ഇട്ടുണ്ട് നമ്മുടെ ഔട്ടില്. കന്നഡ കുറച്ചുകൂടി കുറവാണ്. എനിക്ക് ആ ഡ്യൂറേഷൻ്റെ അത് ഞാൻ കന്നഡ കണ്ടിട്ടില്ല, ഡബ് ചെയ്തപ്പോൾ കണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ കന്നഡ എനിക്ക് തോന്നുന്നു കന്നഡ കുറച്ചും കൂടി കണക്റ്റ് ആവും.
കന്നഡ ഓഡിയൻസിന്. അവരുടെ അവിടുത്തെ കഥ തന്നെയാണല്ലോ. കുറച്ചും കൂടി അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ സ്റ്റോറിയും പരിപാടികളൊക്കെ അവർക്കായിരിക്കും കുറച്ചുകൂടി കണക്ട് ആവുന്നതെന്ന് നമുക്ക് തോന്നുന്നു. സ്വന്തമായിട്ടാണ് ഡബ് ചെയ്ത കന്നഡ? മലയാളത്തിൽ ഞാൻ ഡബ് ചെയ്തേ, മറ്റേല് വേറെ കന്നഡ അറിയുന്ന ആൾക്കാരെ കൊണ്ട്. അല്ല, ഞാന് ഷൂട്ടിന് പഠിച്ചായിരുന്നു. ഡബിങ്ങിന് വാക്കുകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി, അവരുടെ ഒരു സ്ലാങ്ങും പരിപാടിയൊക്കെ വേണമല്ലോ. അപ്പൊ അത് അവർ തന്നെയാണ് ചെയ്തത്. ഞാൻ ഷൂട്ടിന്റെ സമയത്ത് പഠിച്ചു ചെയ്തു. കന്നഡയിൽ ഒരു നടനായിട്ടൊക്കെ പോകും, മലയാളത്തിൽ അയ്യോ അങ്ങനെയൊന്നുമില്ല, നോക്കാം. കന്നഡയിൽ ഒരു വഴിക്ക് അങ്ങനെ കന്നഡയിലേക്ക് പോകുന്നില്ല, എല്ലാം നോക്കാം. ഈ വഴിയിൽ വരുന്ന എല്ലാത്തിനും പിടിക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.